കൂറ്റൻ വിജയമാണ് ഇന്ന് ഇന്ത്യ സ്വന്തമാക്കിയത്. 135 റൺസിനാണ് ഇന്ത്യ 4ാം T20 ജയിച്ചിരിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ വിജയശില്പിയായത് തിലക് വർമ്മയും സഞ്ജുവുമായിരുന്നു. രണ്ടുപേരും സെഞ്ചുറി അടിച്ചു. ഇന്നത്തെ മാച്ചിൽ മാൻ ഓഫ് ദി സീരീസ് ലഭിച്ചത് തിലക് വർമ്മയ്ക്കായിരുന്നു. ശേഷം താരം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗത്ത് ആഫ്രിക്ക നാണം കെട്ടു. 3-1 ഇന്ത്യ പരമ്പര നേടി. ഇന്ന് മാൻ ഓഫ് ദി സീരീസ് നേടി തിലക് വർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു T20 സീരീസിൽ ഇത്രയുമധികം റൺസ് എടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എനിക്ക് അടുപ്പിച്ച് 2 സെഞ്ചുറി നേടാൻ സാധിച്ചു. അതിന് കാരണം സഞ്ജുവാണ്. സഞ്ജു അടുപ്പിച്ച് 2 സെഞ്ചുറി നേടിയപ്പോൾ എനിക്കും അതുപോലെ നേടണമെന്ന് ആഗ്രഹം തോന്നി. സഞ്ജുവിൻ്റെ പാതയിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് ഈ ചരിത്ര നേട്ടം നേടാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ ഒരു മാൻ ഓഫ് ദി സീരീസ് സഞ്ജുവിന് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നേക്കാൾ കൂടുതൽ ഇത് യോഗ്യത സഞ്ജുവിനാണ്. അവൻ 2 കളി ഡെക്കായതുകൊണ്ടാണ് എന്നേക്കാൾ കുറവ് റൺസ് ആയത്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു മാൻ ഓഫ് ദി സീരീസ് അവനുള്ളതായിരുന്നു. അതുകൊണ്ട് ഞാനിത് അവന് കൊടുക്കുന്നു. ടീം മാനേജ്മെന്റ് എന്നിലർപ്പിച്ച വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചു. എനിക്ക് 3ാം നമ്പറിൽ കളിച്ചപ്പോഴാണ് കൂടുതൽ നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ സാധിച്ചത്. അതിൽ ഞാൻ നന്ദി പറയുന്നത് ക്യാപ്റ്റൻ സൂര്യയോടാണ്. സൂര്യയാണ് എന്നെ കയറ്റി കളിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സെഞ്ചുറി നേടുന്നത്. ഇനി വരാൻ പോകുന്ന സീരീസിൽ അവസരം കിട്ടിയാൽ ഇതേ കളി ആവർത്തിക്കുമെന്ന് തിലക് വർമ്മ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ഇന്ത്യ 3-1 പരമ്പര നേടിയിരിക്കുന്നത്, അതും സൗത്ത് ആഫ്രിക്കയുടെ മണ്ണിൽ. ഈ ഒരു സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ സഞ്ജുവും തിലക് വർമ്മയും 2 സെഞ്ചുറികളാണ് അടിച്ചത്. ഈ 2 താരങ്ങളും ഇനി T20 ടീമിൽ നിന്ന് പോകില്ലെന്നത് ഉറപ്പാണ്. കോഹ്ലിയുടെ സ്ഥാനത്ത് തിലക് വർമ്മയും രോഹിത്തിന്റെ സ്ഥാനം സഞ്ജുവും ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് T20 ടീമിൽ സഞ്ജുവായിരിക്കും ഓപ്പണർ. അപ്പോൾ നമുക്ക് അടുത്ത സീരീസിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.